ഗംഗയുടെ കല്യാണത്തിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പം നടക്കുന്നത്. വിനീതിനെ അവർ വീട്ടിൽ നിന്ന് വിടുന്നില്ല, ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ് ഗംഗയുടെ. അവിടെ എല്ലാവരും ക്ഷേത്രത്തിൽ ടെൻഷനോടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ജയബലം വരെ കേട്ടോ. എന്നിട്ട് പറയും, ഇനി മൂന്നാമതൊരു തവണ കൂടെ ഈ കൊച്ചിന്റെ കല്യാണം മുടങ്ങിയാലേ 4 കെട്ടമങ്കുകൾ വീട്ടിലിരിക്കേണ്ടി വരും. ഇത് ഗംഗയുടെ മുന്നിൽ വെച്ച് തന്നെ കേട്ടോ പറയുന്നത്. ഗംഗ സങ്കടത്തോടു കൂടെ അവിടുന്ന് ഓടിപ്പോകും. പിന്നാലെ അനിയത്തിമാരും പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നിവീനും കാവേരിയും കൂടെ കാറിൽ വിനീതിൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. വിനീതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ളതിൽ. അപ്പോൾ അവർ ഈ പ്രണയത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വിനീത് പറയും, ഓ അപ്പോൾ ഒരു ആണിനൊരു പെണ്ണിനോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ആ ഇഷ്ടം പെട്ടെന്ന് തുറന്നു പറയണം എന്നാണല്ലേ കാവേരി ഉദ്ദേശിച്ചത്. കാവേരി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവർ വിനീതിൻ്റെ വീട്ടിലേക്ക് പമ്മി പമ്മി പൂച്ചകുട്ടികളെ പോലെ പോകുന്നുണ്ട്. പിന്നീട് വിനീതിൻ്റെ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഒരാൾ വിളിച്ച് അവിടുത്തെ ക്ഷേത്രത്തിലുള്ള ഒരാളുടെ അടുത്ത് പറയാട്ടോ. പിന്നീട് കാണിക്കുന്നത് സുജാത വിനീതിനെ തടയാനായിട്ട്, കല്യാണത്തിന് പോകുന്നത് തടയാനായിട്ട് മണ്ണെണ്ണ എടുത്ത് ദേഹത്തോടെ ഒഴിക്കാട്ടോ. ഇത് കാണുന്ന വിനീത് ഓടി വന്ന് അത് പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് വിനീത് അത് വാങ്ങിച്ചിട്ട് പറയും, ചാവാൻ ഒരാൾക്ക് മാത്രമല്ല കഴിയാ, പെറ്റമ്മയുടെ മഹാത്മ്യം പറയുന്ന അമ്മയുടെ കാൽ കീഴിൽ കിടന്ന് തന്നെ ഞാൻ പെടഞ്ഞു പെടഞ്ഞു ചാവാം. മക്കളെ മനസ്സിലാക്കാൻ കഴിയാത്ത എല്ലാ അമ്മമാർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞ് വിനീത് ആ മണ്ണെടുത്ത് ദേഹത്തോടെ ഒഴിക്കാൻ നിൽക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാട്ടോ ഈ പ്രമോ കഴിയുന്നത്.